ഏത് വീട്ടിലെ പ്രയാസമില്ലാത്ത അല്ലര ചില്ലര പ്രയാസം എവിടെ ഉണ്ടാവും? മാമി മരുമോളും വിഷയം കേട്ടെങ്കിൽ പിന്നെ കേക്കേ വേണ്ട. അമ്മായും മരുമോളും തമ്മിലുള്ള വിഷയം പാമ്പും കീരിയും. പാമ്പും കീരിയെ നിങ്ങൾക്ക് എവിടെ അറിയുന്നു? നിങ്ങൾ അറിഞ്ഞെങ്കിലും അറിയാത്ത പോലെ ആക്കുന്നു. കാരണം രണ്ടാളെ പറഞ്ഞെങ്കിലും ബേജാറ്. ഒന്ന് ഉമ്മ, പിന്നൊന്ന് പെഞ്ഞൈ. പെഞ്ഞെന്ന് പറഞ്ഞാൽ ഭാര്യ. ഉമ്മാനെ പറഞ്ഞാല് പെഞ്ഞയ്ക്ക് കൊസിയാവും, പെഞ്ഞയിനെ പറഞ്ഞാൽ ഉമ്മാക്ക് കൊസിയാവും. പക്ഷെ ഉമ്മാനെ പറഞ്ഞാൽ ഉമ്മാക്ക് ബേജാറാവും, പെഞ്ഞയിനെ പറഞ്ഞാൽ പെഞ്ഞയ്ക്ക് ബേജാറാവും. അപ്പോ നമ്മളതിനെ ഇടരുത്, ഓരെന്നെ തീർക്കണം. അതിനെ കല്യാണം കഴിഞ്ഞ ഉടനെ ചെറുപ്പക്കാരെ ഭാര്യനെ ഇരുത്തിയിട്ട് പറയണം, കണ്ടയിടത്തോടെ പറയണം, ദാ പെഞ്ഞൈ എത്ര വേണമെങ്കിലും കിട്ടൂ, ഒന്നല്ലെങ്കിൽ പിന്നെ ഭാര്യനെ ഇരുത്തിയിട്ട് പറയാൻ തൻ്റെടം കാണിക്കണോ നീ. അതിന് നീ പ്രണയിച്ചിട്ട് കൊണ്ടെങ്കിൽ എവിടെന്നാ പറയാൻ കാണുന്ന? ഓളങ്ങ് ഇറങ്ങിപ്പോ, നീ പോളാ പണി നോക്കിട്ട, നീ പോളാ, നീ ഇല്ലെങ്കിൽ നക്ക് പിന്നർത്താന്ന് പറയും. അപ്പൊ അത് മാന്യമായിട്ട് കെട്ടിക്കൊണ്ടുവന്നാൽ അവളെ ഇരുത്തിയിട്ട് മാന്യമായിട്ട് പറയാൻ കഴിയണം, ഇതാ പെണ്ണെ, മോളെ കണ്ണേന്നെല്ലാം ആക്കിട്ട് തന്നെ പറഞ്ഞാൽ മതി. തോളത്തെല്ലാം കൈവച്ചിട്ട്, പെണ്ണെ ഇതാ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക നിക്കാ കഴിച്ചിട്ട്. അപ്പോ നീ ഒരു കാര്യം ചെയ്യണം, എന്റെ ഉമ്മാനോട് നല്ല രൂപത്തിൽ വേണം. ആദ്യത്തെ ഉപദേശം അതായാൽ പിന്നെ അവളെ മനസ്സിൽ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ഭാര്യയോട് ഒന്നാമതായി കൊടുക്കുന്ന ഉപദേശം ഏതാണോ അതവളെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങ് എത്തിച്ചേരും. അതൊന്നും പറയില്ല. ആരാതൊക്കെ പറയണേ? അതൊന്നും പറയില്ല. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കൂട്ടിക്കൊണ്ടുവന്നാൽ ഞങ്ങൾ നാളെ എവിടേക്ക് പോന്നേന്ന്. എന്നാലും ആദ്യം പോലല്ലേ നടക്കട്ടെ, പോണ്ടെന്നല്ല പറഞ്ഞ പോണം, ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുപോകണം. അതിനൊക്കെ ചരിത്രത്തിൽ ഞാൻ വഴിയെ വരികയാണ്. അതേ സമയത്ത് ഇരുത്തിയിട്ട് പറയണം, പെഞ്ഞൈ നീ അല്ലെങ്കിൽ നാളെ പിന്നൊന്ന് ഉമ്മ ഒന്നേ. ഉമ്മ ഒന്നെങ്കിൽ പിന്നൊരു ഉമ്മ ഇല്ല, ഉമ്മ ഒന്നേ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗമെന്നോർ തോളി. മോനെ, വാട്സപ്പിൽ ഭാര്യയോടൊക്കെ എത്രയാ സംസാരിക്കുന്നത്? വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഉമ്മാന്റെ വോയിസ് മെസ്സേജ് ഒന്ന് വാട്സപ്പിൽ വരുമ്പോ അതൊന്ന് കേൾക്കാൻ എന്തൊരു ആനന്ദടാ. കാരണം ഉമ്മ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിടുമ്പോ ഉണ്ടോ, ഉമ്മ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിടുമ്പോ മകന്റെ നേരെ മുന്നിൽ ഉമ്മ പറയുന്നത് പോലെ അല്ല, ഉമ്മ മനസ്സിന്റെ ഉള്ളിലുള്ള ആശയമാണ് വാട്സപ്പിൽ വിടുന്നത്. മെല്ലെ, മോനെ എങ്ങനെ ഉണ്ടാ, എവിടെടാ നീ, എപ്പോഴാ വരുന്നത്? ഓ, അതിനൊരു റിപ്ലൈ കൊടുക്കാൻ സമയമുണ്ടോ? സമയമില്ല. ഭാര്യയുടെ മെസ്സേജ് വന്നാലോ അപ്പൊ തന്നെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു. ഉമ്മാന്റെ മെസ്സേജ് വരുമ്പോഴേക്ക് വാട്സപ്പിൽ റിപ്ലൈ അങ്ങനെ വരാൻ പാടില്ല. ഞാൻ പറഞ്ഞു തന്നത് കല്യാണം കഴിഞ്ഞ ഉടനെ ഇവളെ ഇരുത്തിയിട്ട് ആദ്യം പറയണം, ദാ ഒന്നല്ലെങ്കിൽ പിന്നൊന്നും ഉമ്മ ഒന്നേ. അത് മനസ്സിലിരിക്കും. പിന്നെ അവൾ അത് കഴിവിന്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോവും. നിങ്ങളെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കാൻ അവൾ ഒരുങ്ങൂല്ല. കാരണം ആദ്യം തന്നെ നിങ്ങൾ വാർണിംഗ് കൊടുത്തതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഓ സഹോദരി, ചിലപ്പോ അമ്മായിമ്മ നിന്നെ പോലെ ചെറുപ്പക്കാർത്തിയല്ല. അമ്മായിമ്മ നിന്നെ പോലെ ചെറുപ്പക്കാർത്തിയല്ല. അമ്മായിമ്മക്ക് പ്രായമായതുപോലെ നിനക്കും പ്രായമാകാൻ ഒരു ദിവസമുണ്ട്. ഇപ്പൊ അമ്മായിമ്മക്ക് പ്രായമായപ്പോ ചോദിച്ചത് വീണ്ടും വീണ്ടും ചോദിക്കും അമ്മായിമ്മ. കളത്തിൽ കഞ്ഞി വെച്ചിനാന്ന് കൊറേ ചോദിക്കും. അവസാനം ചോദിച്ചിട്ട് കുഞ്ഞി വെച്ചിനാന്ന് വരെ ചോദിക്കും. കാരണം ആവർത്തിച്ച് കൂടി ഇങ്ങനെ പറയുമ്പോ അങ്ങനെയല്ലേ, കഞ്ഞിയായിട്ട് കുഞ്ഞായി പോകും. അപ്പൊ കളത്തിൽ കഞ്ഞി വെച്ചിനാ പിന്നെ കുറച്ച് കളത്തിൽ കുഞ്ഞു വെച്ചിനാന്ന് ചോദിക്കും. അപ്പൊക്കെ നിങ്ങൾ ഇത് ശീലിന് വെക്കടേ, അങ്ങനൊന്നും പറയരുത്. അപ്പൊക്കെ നീ മൂളി കൊടുക്കണം. വെച്ചിട്ടുണ്ട്. എന്റെ കാരണം അത് പ്രായത്തെ തുടർന്ന് വരുന്ന ആവർത്തനത്തിന്റെ വിരസതയാണ്. എന്നാൽ എനിക്കും ഒരു ദിവസം പ്രായമാകാനുണ്ട് എന്ന ബോധം വേണം നിനക്ക്. അന്ന് നിന്റെ മരുമകളോട് നീ ഇതുപോലെ ചോദിക്കാൻ ഒരു ദിവസം ഉണ്ടാവും. അന്ന് നിന്റെ മരുമകൾക്ക് ഇതൊരു ആവർത്തന വിരസത തോന്നാതിരിക്കണമെങ്കിൽ ഇന്ന് നിന്റെ അമ്മായിമ്മ നിന്നോട് പറയുമ്പോ നിനക്ക് ഇതൊരു ആവർത്തന വിരസതായി തോന്നാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ഉമ്മമാരെ ആ രൂപത്തിൽ ഭർത്താക്കന്മാരോടുള്ള കടപ്പാട് വീട്ടണം, ഭർത്താവിനെ സ്നേഹിക്കണം. ഓ പുരുഷന്മാരെ, ഭാര്യമാരോട് നമുക്കും വലിയ കടപ്പാടുണ്ട്. അത് കേവലം ചെലവിന് കൊടുക്കൽ മാത്രമല്ല, കേവലം കുപ്പായം വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല,
ഇനിയും ഞാനൊരു കാര്യം പറയട്ടെ, ഭാര്യ ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുക്കലല്ല ബുദ്ധി. ഒരു നട്ടെല്ലുള്ള ഭർത്താവാണോ ഇസ്ലാം വഴികാട്ടിയ ദാമ്പത്യ ജീവിതം? അതാണ്. ഒരു പുതിയ പർദ ഇറങ്ങി, ആ പർദയുടെ പേര് മയിൽ പർദ. ഉദാഹരണം പറയണം, ഇടയ്ക്ക് വെച്ച് അവതരിച്ച പർദയാണത് മയിൽ പർദ. അപ്പൊ ഭാര്യ ചോദിച്ചു, വാട്സപ്പിൽ ഒരു മയിൽ പർദയുടെ ഫോട്ടോ വന്നു. അപ്പൊ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നക്ക് നവില് പർദ വേണം, എനിക്ക് മയില് പർദ വേണം. ചോദിച്ചപ്പോഴേക്ക് എടുത്തു കൊടുക്കലല്ല. ഉസ്താദിനോട് പോകാൻ ചോദിക്കണം, തങ്ങളോട് പോകാൻ ചോദിക്കണം, ഞാൻ എന്റെ ഭാര്യ എങ്ങനെ പോയിക്കല്ലോ. ഇനി ഭാര്യ ഒന്നും പറയണ്ട. അപ്പൊ ചിലപ്പോ നിന്റെ ഭാര്യ അങ്ങനെ ഒരു പരിഷ്കാരിന്ന് ചിലപ്പോ തങ്ങൾക്കും ഉസ്താദിനൊക്കെ തോന്നിപ്പോ. അപ്പൊ നീ എന്ത് ചെയ്യണമെന്നറിയോ? നീ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാലേ ഇങ്ങനെ ഒന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പൊ പണ്ഡിതന്മാരത് ഓക്കെ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കരുത്. ഇപ്പൊ എന്തൊക്കെയാ പരിഷ്കാരത്തിന്റെ കുപ്പായൊക്കെ. സുബ്ഹാന ജല്ല. ഒരു സോക്സ് വന്നിരിക്കുക, നിങ്ങൾ കണ്ടിരിക്കുന്ന എനിക്കറിയില്ല. ആ സോക്സിന് 2 കണ്ണെല്ലുണ്ട്, നോക്കിയാൽ പാമ്പന്നെ. പിന്നെ അതിന് ഞങ്ങൾ കാല് കിട്ടാലോ ഒറിജിനൽ പാമ്പേ. പിന്നെ ഭർത്താവ് ഉണ്ടാവും, നട്ടപ്പാതിരക്കായിരിക്കും, എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നു. നോക്കുമ്പോണ്ട് ബെഡ്റൂമിൽ സുബ്ഹാന ജല്ല ഭാര്യന്റെ കാലിന്റെ ഭാഗത്ത് ഒരു പാമ്പ് കിടന്നിരിക്കുന്നു. ഇവനൊരു മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് ഒറ്റ അടി പാമ്പ്. ഇത് പാമ്പല്ല, ഭാര്യന്റെ കാല. മലാമത്ത് ഈ സാധനം ഈ സോക്സ് ഇട്ടിട്ട് കിടന്നിരിക്കുകയാണ്. സുബ്ഹാന ജല്ല. ഇവൾ ഭർത്താവ് അറിയാതെ മെല്ലെ ഓൺലൈനിൽ പർച്ചേസ് ആക്കിയതാ. ഇപ്പൊ ഓൺലൈൻ പർച്ചേസിംഗ്. ഭർത്താവിനോട് പറഞ്ഞ ഭർത്താവ്, ഉമ്മമാരെ ഇനി വല്ല സാധനം നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ആക്കിയെങ്കിൽ ദയവ് ചെയ്ത് ഭർത്താവിനോടൊന്ന് പറയണം, ഞാൻ ഇങ്ങനെ പാമ്പ് പോലത്തെ ഒരു സാധനം ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ റൂമിലേക്ക് വരുമ്പോൾ കുറച്ച് ജാഗ്രത ആക്കണമെന്നെല്ലാം പറയണം. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ഈമാനികമായതും ഇസ്ലാമികമായതും വാങ്ങിക്കൊടുക്കണം. അപ്പോ ആ ഭാര്യയോട് കാണിക്കാനുള്ള കടപ്പാടിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട്, ഭാര്യയുടെ മനസ്സിന് സമാധാനം കൊടുക്കുന്ന ഭർത്താവാകണം. നിങ്ങൾക്ക് ചിലപ്പോ ആരോടൊക്കെ ദേഷ്യം ഉണ്ടാവും. ഒരുത്തനുണ്ട്, ഓന്റെ അടുത്ത് പൈസ കൊടുത്തി കച്ചവടത്തിന്, ഓ മുങ്ങിനോ, ഓൻ എവിടെയോ ഓടിപ്പോയിട്ടുണ്ട്, 10 ലക്ഷം നഷ്ടമാണ്. എന്നാ അവനോടുള്ള ദേഷ്യം തീർക്കുന്നത് പാവം ഈ പെണ്ണിനോടാണ്. പാടില്ല. ആരാനോടുള്ള ദേഷ്യം? പള്ളിയിൽ തമ്മിൽ പ്രശ്നമാണ്. പള്ളിയിൽ തമ്മിൽ പ്രശ്നം തീർക്കുന്നത് ഭാര്യയുടെ അടുത്ത് വന്നൊരു വീട്ടിലാണ്. അവളെന്ത് തെറ്റ് ചെയ്തു സുഹൃത്തുക്കളെ? ഒരിക്കലും തരം താഴ്ന്നു പോയ ഭർത്താക്കന്മാരാകരുത്, ഒരിക്കലും മതപ്പതിച്ചു പോയ ഭർത്താക്കന്മാരാകരുത്. ഏറ്റവും നല്ല ഭർത്താവ് ആരാണ്? ഭാര്യയ്ക്ക് സമാധാനം നൽകണം, ഭാര്യയെ കാണുമ്പോഴേക്ക് സമാധാനമുണ്ടാകണം. അറിയില്ലേ, ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു അവിടുന്ന്? ഭക്ഷണം കഴിക്കുമ്പോ നമ്മളെങ്ങനെ? ഭാര്യ തൊട്ട ഇറച്ചി ഭർത്താവ് തൊടുന്നില്ല, ഭർത്താവ് തൊട്ട ഇറച്ചി ഭാര്യ തൊടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭാര്യമാരും അങ്ങനെയല്ല. തമ്മിലതാ ഒരു കഷ്ണം. അവിടുന്ന് ശൈലി അങ്ങനെയാ. ഒരു കഷ്ണം എടുക്കും, കുറച്ച് തങ്ങൾ കഴിക്കും, കുറച്ച് ഭാര്യ കഴിക്കും. അത് തീർന്നാ പിന്നെ അടുത്ത കഷ്ണം. ഞാൻ ആദ്യം തന്നെ 3 അവിടെ 3 ഇവിടെ, 50-50. അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല, മറിച്ച് ഒരൊറ്റ കഷ്ണം. ഇത് വേറെ, അതൊരു ചരിത്രം പറയാനുണ്ട്, ഞാൻ പറഞ്ഞോളാം. അപ്പൊ നിർത്താൻ വേണ്ടി തന്നൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ സന്തോഷാവൊന്നും വേണ്ട. അപ്പോ ഒരു കഷ്ണം ആദ്യം കുറച്ച് തങ്ങള്, പിന്നെ കുറച്ച് ഭാര്യ. അത് തീർത്തിട്ട് അടുത്ത കഷ്ണം. ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണോ ആയ വെച്ച് വെള്ളം കുടിച്ചത്, അതേ ഗ്ലാസ്സിൽ നബിസാസങ്ങളെ ഭാര്യമാരെവിടെ നിന്ന് വെള്ളം കുടിക്കും. കുളിക്കുന്നതോ, ഭാര്യ കുളിക്കുമ്പോ പുറത്തു നിന്ന് നബിസാസങ്ങൾ പറയും, കുറച്ച് വെള്ളം എനിക്ക് ബാക്കി വെക്കണേ, ഞാൻ കുളിക്കാനുണ്ട് എന്നറിയും. അതേ പാത്രത്തിൽ നിന്ന് നബിസാസങ്ങൾ കുളിക്കുകയാണ്. എന്തൊരു സ്നേഹം! അതുകൊണ്ടല്ലേ വഫാത്തിന്റെ സമയം ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തിന്റെ സമയം അടുത്തപ്പോൾ
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മിസ്വാക്കുമായി കടന്നു വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത്. ആ മിസ്വാക്ക് വേണോ നബിയേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിസ്വാക്ക് വേണമെന്ന് ആംഗ്യം കാണിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊടുക്കാൻ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ഒന്ന് കടിച്ചിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി പാകപ്പെടുത്തി തരണോ? ആയിഷ ബീവി പറഞ്ഞു, ഞാൻ അതങ്ങ് കടിച്ചു. എന്നിട്ട് ഞാൻ കടിച്ച ഭാഗം ഏതാണോ അതേ ഭാഗം കൊണ്ട് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്തു. ഇതുകൊണ്ടല്ലേ ആയിഷ ബീവി പറഞ്ഞത്, ഇന്ന മിൻ നിഅമില്ലാഹി തആല അലയ്യ അൻ ജമഅ അല്ലാഹു ബൈന റീഖി വറീഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ വഫാത്തിഹി. അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്ന്, എന്റെ ഭർത്താവും ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ അവിടുത്തെ ഉമിനീരും എന്റെ ഉമിനീരും ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയല്ലോ. എന്തേ കാരണം? ഞാൻ കടിച്ച് ബ്രഷ് ചെയ്യാൻ പാകപ്പെടുത്തി കൊടുത്ത സ്ഥലത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബ്രഷ് ചെയ്തത്. അപ്പൊ എന്റെ ഉമിനീരും നേതാവിന്റെ ഉമിനീരും ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയില്ലേ? ഇത് അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കേട്ടോ. ആ സ്നേഹത്തിന് പകരം വെക്കാൻ ഒരു സ്നേഹമുണ്ടോ? ആ സ്നേഹത്തിന് പകരം വെക്കാൻ ഒരു സ്നേഹമുണ്ടോ? അതുകൊണ്ടല്ലേ ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോട് അടുത്ത സമയമായപ്പോ സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്. പുരുഷന്മാരെ, ഈ ചരിത്രമൊന്ന് മനസ്സിൽ കുത്തിവെക്കണേ. കരയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. സ്വഹാബത്ത് മുഴുവനും കരയുന്ന നേരമാണ്. താങ്ങാൻ കഴിയാത്ത വേർപാടിനെ തുടരുന്ന അതേ വിലപിക്കലാണ്. മരിച്ചാല് കരച്ചിൽ വരൂലേ? കരച്ചിൽ വരും. ഞാൻ ഇന്നലെ പത്രത്തിൽ കണ്ടു, ഇപ്പൊ പുതിയൊരു അനാചാരം വന്നിരിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോവാ. എന്തൊക്കെയാ പരിഷ്കാരം! എന്ത് വന്നാലും നമ്മൾ അതിന് പിന്നിൽ പോകാൻ പാടില്ല. സാന്ദർഭികമായ അറിവ് ഏറ്റവും നല്ല അറിവാണ്. അത് മുന്നിൽ വെച്ചിട്ട് പറയും, ഒരു വീട്ടിൽ മരിച്ചാല് കുടുംബക്കാരും കരയണ്ട. പണ്ട് കാലത്തുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് മയ്യത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിൽ പാടില്ല എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞത്. ആ കരച്ചിലിനെ കുറിച്ചാ. എന്തറിയോ? വീട്ടുകാരും കരയില്ല. മയ്യത്തിന്റെ അടുത്ത് കരയാൻ വേണ്ടി കുറച്ച് ആളുകളെ വാടക എടുത്തിട്ട് കൊണ്ടുവരിക, വിലപിക്കുന്ന ആളുകൾ. അങ്ങനെ പത്രത്തിൽ കണ്ടു. ഇവരെ സ്വഭാവം എന്താ? ഇവരെ പണി എന്താണെന്നറിയോ? ഈ മയ്യത്തിനടുത്ത് എന്ന് പറഞ്ഞിട്ട് കരയലല്ലേ. അതിന് മണിക്കൂറിന് ആ ശമ്പളം. പണ്ടൊക്കെ മണിക്കൂറിന് ശമ്പളം കിട്ടാൻ എവിടെ പോകണം? ജുബൈലിലോ ജാമ്പൊക്കൊക്കെ പോകണം, സൗദിക്ക് പോകണം. ഇന്ന് ഇവിടെ തന്നെ മണിക്കൂർ ശമ്പളം. ഇപ്പൊ അതിന് മണിക്കൂർ ശമ്പളം എത്രയാണെന്നറിയോ? 3500 രൂപ. 3500. അപ്പൊ അപ്പൊ നമ്മളിങ്ങനെ കുറെ ആൾ മെച്ചു കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. എന്തേ കാരണം? ഒരു മണിക്കൂർ 3500 ശമ്പളം. അപ്പൊ ആ പരിഷ്കാരം നമ്മുടെ നാട്ടിൽ വരാൻ പോവാണെന്ന് പത്രത്തിൽ വന്നു. ആളുകളെ കിട്ടാതെ വന്നാലും ഓഫീസിലേക്ക് വിളിക്കാൻ ഓഫീസിന്റെ കോണ്ടാക്ട് നമ്പറും ഉണ്ട്. ഓഫീസിൽ അതിന്റെ കച്ചവടം തുടങ്ങാനിപ്പോ ഞാൻ പറഞ്ഞത്. പക്ഷേ വേർപാടിനെ തുടർന്നുള്ള ഉറ്റവരും ഉടയവരും വേണ്ടപ്പെട്ടവരൊക്കെ കരയുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ കരഞ്ഞു സ്വഹാബത്ത്. ആ കരയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്. ഈ ചിരിയുടെ മഅന മനസ്സിലായില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്. ഉടൻ തന്നെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, ഞങ്ങളെല്ലാം തങ്ങളെ വേർപാടിനെ തുടർന്ന് കരയുകയാണ്. സഹിക്കാൻ കഴിയാത്ത വേർപാട്. പക്ഷെ തങ്ങളെ ചിരിക്കുകയാണല്ലോ.
ഓ പുരുഷന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ ചിരിക്കാൻ കാരണം ലോകത്തോടുള്ള വേർപാടിനെ ഓർത്തിട്ടല്ല. നിങ്ങളെല്ലാവരെയും വിട്ടുപിരിഞ്ഞ് ഞാനങ്ങ് പോകുന്നത് ഓർക്കുന്നു. പക്ഷേ ഞാനിതാ സ്വർഗം കാണുന്നു. സ്വഹാബത്തെ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കിട്ടിയിട്ടുണ്ട്. സ്വഹാബത്തെ, ആ സ്വർഗത്തിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോ ഇന്നി റഅയ്തു ബയാള കഫി ആയിഷത ഫിൽ ജന്ന. എന്റെ പ്രിയപ്പെട്ട ലൈഫ് പാർട്ട്ണറായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇല്ലേ, ആ എന്റെ ഭാര്യയുടെ കയ്യിന്റെ വെളുപ്പ് സ്വർഗത്തിൽ വെച്ച് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബത്തെ, എന്റെ ഭാര്യയുടെ കയ്യിന്റെ വെളുപ്പ് സ്വർഗത്തിൽ ഞാനങ്ങ് കണ്ടപ്പോ എന്റെ സങ്കടം അങ്ങ് മാറിപ്പോയി. ചിരിക്കാതിരിക്കുമോ? ഞാനൊരിടത്ത് വായിച്ചു. എന്താന്ന് വായിച്ചെന്നറിയോ? ഒരു മഹാനും ഭാര്യയും, ഒരു മഹാനും അയാളുടെ ഭാര്യ, രണ്ടുപേരും മുകളിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഭാര്യന്റെ മോതിരം, ഈ വിരലിൽ നിന്ന് ഭാര്യന്റെ മോതിരം അങ്ങ് നിലത്ത് വീണു. അപ്പൊ ഈ മഹാൻ എന്ത് ചെയ്യുന്നറിയോ? മഹാന്റെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു, ആ മോതിരം അങ്ങെടുത്ത് നിലത്തിട്ടു. അപ്പൊ ഈ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എങ്ങനെ ചെയ്തത്? അപ്പൊ ഈ മഹാൻ പറഞ്ഞ മറുപടി എന്തറിയോ? ആ മോതിരം നിങ്ങളെ മോതിരല്ലേ? ഭാര്യനോട് പറയാ, ആ ഒറ്റക്കല്ല അവിടെ കിടക്കണത്, അതിനൊരു ബേജാറുണ്ടാവില്ലേ? അതുകൊണ്ട് ആ ഒറ്റക്ക് ഏകാന്തത വേണ്ട, എന്റെ മോതിരം കൂടി കിടക്കട്ടെ എന്നാണ്. കാരണം നിങ്ങൾ നോക്ക്. എന്നാൽ സുഹൃത്തുക്കളെ, പുരുഷന്മാരെ, ഈ ഭാര്യമാർ എത്ര നേരാ വീട്ടിൽ നമ്മളില്ലാതെ കഴിയണു. അനുസരിച്ചാതെ നിങ്ങളിങ്ങോട്ട് നമ്മളെ ഉസ്താദിന്റെ മോനാ, നമ്മളെ നമ്മളെ ഉസ്താദിന്റെ മക്കളാ. നമ്മളെ ഉസ്താദിന്റെ മക്കള് സദസ്സിന് നമ്മൾ വളരുന്നത് ശരിയല്ലല്ലോ. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ഇനിങ്ങോട്ട് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ നിയന്ത്രിച്ച ഉസ്താദാണ് വന്യരായ പല്ലാർ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഉസ്താദ്, അവരെ മോനാണ്. അല്ലാഹു തആല ഉസ്താദിനും അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നിർത്താനായി. ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളില്ലാതെ പകൽ സമയത്ത് എത്ര നേരാ നമ്മളെ വീട്ടിൽ അവർ കഴിയണ്. എന്നാൽ നമ്മൾ വീട്ടിലെത്തിയാലോ എത്താത്തതുപോലെ. ഒരു പ്രവാസി എന്നോട് പറഞ്ഞു, ഗൾഫിലുള്ള ഒരു പ്രവാസിയാണ് ഭർത്താവ്. ആ പ്രവാസി എന്നോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ വന്നാലും ഇവളെ കൂടെ ഉണ്ടാവൂല ഉസ്താദേ. നാട്ടിൽ വന്നാൽ എല്ലാ സ്ഥാപനം കാണാൻ വേണ്ടി പോവാണ്, തങ്ങന്മാരെ കിട്ടാൻ വേണ്ടി പോവാണ്, അലിമകൾ കിട്ടാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്നോട് ഇവൾ പറഞ്ഞു, നിങ്ങ ഇവിടെ ബണ്ട വേണ്ട, നിങ്ങ ഇവിടെ ബണ്ടത്ര കാണിച്ച നല്ല, നിങ്ങ അവിടെ മേക്കിട നല്ലേ എന്ന് പറഞ്ഞു. എവിടെ? നിങ്ങൾ നാട്ടിലേക്ക് വരണ്ട, ഇങ്ങോട്ട് വരുന്നതിനേക്കാളും നല്ലത് അവിടെ. എന്താ കാരണം? അവിടെ ഉള്ള സമയത്ത് ഇടക്കിടക്ക് ഫോണെങ്കിലും വിളിക്കും, ഫോണിൽ സംസാരിക്കാൻ കഴിയും. ഇവിടെ നിങ്ങളെ ഫോണും ഇല്ല, നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഒരു കാര്യവും ഇല്ല, കിട്ടണമില്ല. അതുകൊണ്ട് ഞാനിപ്പോ അടുത്ത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് കൊണ്ടെന്തറിയോ, ഏതോ ഒരു സഹോദരി എഴുതി വിട്ടാ തോന്നുന്നുണ്ട്, ഗൾഫിൽ എന്തൊക്കെ നിയമങ്ങൾ വരുന്നു ഈ പ്രവാസികൾക്ക്, എന്തൊക്കെ നിയമങ്ങൾ. നമ്മളെ പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ്. അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. നമ്മളെ സ്ഥാപനങ്ങളും പള്ളികളും ദർസുകളും ഒക്കെ നിലനിന്ന് പോണെങ്കിൽ ആ പ്രവാസികളുടെ ഏറ്റവും വലിയ സഹകരണമാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഒരു സഹോദരിയുടെ എഴുത്താണ്, ഗൾഫിൽ എന്തൊക്കെ നിയമങ്ങൾ വരുന്നു, ഒരു നിയമവും കൂടി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഏതാ നിയമം? കല്യാണം കഴിച്ച ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരില്ലാതെ ഗൾഫിൽ കഴിയാൻ പാടില്ല എന്നൊരു നിയമം. എത്ര നല്ല നിയമം! എന്താ കാരണം എന്നറിയോ? ഈ എഴുത്തൊക്കെ എഴുതാനുള്ള കാരണം എന്തറിയോ? നമ്മൾ ചിന്തിക്കണം. അവർക്ക് നമ്മൾ കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൊടുതി ചെലവിനല്ല, ചെലവിന് കൊടുക്കണം, പട്ടിണി എടുത്താൻ പാടില്ല. പക്ഷേ ഒരു ദിവസം ഒരു നേരം ഇറച്ചി കിട്ടിയില്ലെങ്കിൽ അവർക്കത് വലിയ പ്രയാസമല്ല, അവർ കഞ്ഞിവെള്ളാക്കി കുടിക്കും. അതേസമയം അവരെ മനസ്സിന് ഭർത്താവിൽ നിന്ന് നല്ല സമാധാനത്തിന്റെ വാക്ക് കേൾക്കണം. ആ മനസ്സിന് നല്ല സമാധാനം കിട്ടണം. അത് കിട്ടാതെ പോയാൽ പാവം പെണ്ണ് എവിടെ പോകും? ചില ഭർത്താക്കന്മാരില്ലേ, ഭാര്യമാരെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞു അടിച്ച് വേദനിപ്പിക്കുന്ന ഭർത്താക്കന്മാരില്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? ലോക നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ ഭാര്യയെയും അടിച്ചിട്ടില്ല. ഭാര്യമാരെ അടിച്ചവർ ഭാര്യമാരോട് പോയി പൊറുക്കലിനെ ചോദിക്കണോ? ഞങ്ങൾ ഭർത്താക്കന്മാരെ അനുസരിച്ചില്ലെങ്കിൽ ഭാര്യക്ക് സ്വർഗ്ഗമല്ലൊക്കെ ശരിയാണ്. എന്നാ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിച്ചാലോ ഭർത്താവിനും സ്വർഗ്ഗമില്ല. അത് ഭർത്താക്കന്മാര് മനസ്സിലാക്കണോ? അതുകൊണ്ട് ഭാര്യമാരെ അടിക്കരുത്, അവരെ ദേഹത്ത് കൈവച്ച് വേദനിപ്പിക്കരുത്, ഒരിക്കലും അവരെ ശല്യം ചെയ്യരുത്, ആക്രമിക്കരുത്. അവർക്ക് നല്ല സമാധാനം കൊടുക്കണം, അവരോട് തമാശ പറയണം. നിങ്ങൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും വലിയ താല്പര്യം ഒരു ചെറിയ സമയം അവരെ കൂടെ ഇരുന്ന് അവരോട് സംസാരിക്കണം. ഇതങ്ങനെയല്ല. വീട്ടിലെത്തിയാൽ മൊബൈൽ അങ്ങ് തുറക്കും, നെറ്റ് തുറക്കും, പിന്നെ യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും. എന്റെ ഭർത്താവ് എപ്പോഴും യൂട്യൂബിന്റെ ഉള്ളിലാവസ്ഥാനെ, എന്റെ ഭർത്താവ് എപ്പോഴും ഫേസ്ബുക്കിന്റെ ഉള്ളിൽ. അയാൾ അതൊന്നും പുറത്തു വരാൻ വേണ്ടി ചേർക്കണോ? എന്തേ കാരണം? അത് കുറച്ചു നേരം ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് ഭാര്യയുടെ കൂടെ ഇരുന്നിട്ട് ഒരു 1/4 മണിക്കൂർ ഇരുന്നിട്ട് ഒരു തമാശ പറഞ്ഞാൽ എന്തൊരു സന്തോഷ. അതൊക്കെ ശ്രദ്ധിച്ചു ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ശ്രദ്ധക്കൊരു കുറവും വരുത്തിയില്ല, തമാശ പറഞ്ഞു. ആ നല്ല ദാമ്പത്യ ജീവിതത്തെ നയിക്കണം. സുഹൃത്തുക്കളെ, ഞാനങ്ങ് ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് തമാശ. അവരോട് തമാശ പറയണം. ഭാര്യയോട് തമാശ പറഞ്ഞിട്ട് ഭാര്യ ചിരിച്ചാൽ ഭർത്താവിന് കൂലിയുണ്ട്. ഭർത്താവിനോട് തമാശ പറഞ്ഞിട്ട് ഭർത്താവിനോട് തമാശ പറയുമ്പോ ഭാര്യ ഭർത്താവിനോട് തമാശ പറഞ്ഞാൽ ഭർത്താവ് ചിരിക്കുമ്പോഴേക്ക് ഭാര്യക്ക് കൂലിയുണ്ട്. തമാശ പറയണം ഇരുന്നിട്ട്. ചില ചെറുപ്പക്കാരുണ്ട്, ഇവർ തമ്മിൽ കൂടെ ഇരുന്നിട്ട് എത്ര ആളാ പരസ്പരം തമാശ പറയുന്നത്. സ്വന്തം ഭാര്യയോട് തമാശ പറയാൻ നേരം കിട്ടൂല. അങ്ങനെയാകാൻ പാടില്ല. തമാശ പറയണം. തമാശക്ക് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. ഇനി ഒരു പക്ഷേ ഭാര്യയിൽ നിന്ന് വല്ല തെറ്റും വന്നു പോയാൽ ഒരിക്കലും ഭാര്യയെ ആക്രമിക്കരുത്. അത് പഠിപ്പിച്ചില്ലേ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അവിടുന്ന് ഒരിക്കലുണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അപ്പൊ വേറൊരു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ കാണുകയാണ്, ആരപ്പാ എന്റെ ഭർത്താവിന് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയക്കണത്? നോക്കുമ്പോ ഒരു സ്ത്രീ ഭക്ഷണം കൊണ്ടുവരിക. ഇത് വേറെ ഭാര്യ കൊടുത്തയച്ചതാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്ലേറ്റ് അങ്ങെടുത്ത് നിലത്തങ്ങിട്ട് പൊട്ടിച്ചു കളഞ്ഞു. അതെന്തേ കാരണം? ഭർത്താവിനോടുള്ള സ്നേഹമാണ്. ഞാനുണ്ടാക്കിയ ഭക്ഷണം എന്റെ ഭർത്താവ് കടിക്കണം, അതാണ് സ്നേഹം. നിലത്തങ്ങിട്ട് പൊട്ടിച്ചു കളഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചില്ല, ചീത്ത പറഞ്ഞില്ല. സ്വഹാബത്തിലേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാറത്തു ഉമ്മുകും. ഓ സ്വഹാബത്തെ, നിങ്ങളെ ഉമ്മാക്ക് ദേഷ്യം വന്നു പോയി കേട്ടോ. ഉമ്മാക്ക് ദേഷ്യം വന്നു പോയി, ഉമ്മ ചോദിച്ചു കേട്ടോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലത്ത് ചിതറി കിടക്കുന്ന ആഹാര വസ്തുക്കളെ അല്പാൽപമായി കൈകൊണ്ടെടുത്തു. ആയിഷ ബീവിയോട് എടുക്കാൻ പറഞ്ഞില്ല. ഇത്രയും വലിയ മാതൃക ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അല്പാൽപമായി എവിടുന്ന് കൈകൊണ്ടെടുത്തു. എന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ആ പാത്രം തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? അവരുടെ പാത്രത്തെയല്ലേ പൊട്ടിച്ചു കളഞ്ഞത്? അതിന് പകരം ഒരു പാത്രത്തെ കൊടുത്തയക്കൂ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തിരിക്കും? 1 ചൊല്ലി, 2 ചൊല്ലി, 3 ചൊല്ലി, എന്തു ചൊല്ലി? ത്വലാഖ് ചൊല്ലി, അല്ലേ?
തൊട്ടതിനും പിടിച്ചതിനൊക്കെ ത്വലാഖ് ചെല്ലുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യേണ്ടതല്ല. ഭാര്യയുടെ ഒരു സ്വഭാവം ചിലപ്പോ നമ്മളെ വെറുപ്പിക്കുന്നതാണെങ്കിലും മറ്റൊരു സ്വഭാവം നമ്മെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. ആ സന്തോഷിപ്പിക്കുന്ന സ്വഭാവം ഭാര്യയിലുള്ളത് കൊണ്ട് അത് പരിഗണിച്ച് നമ്മെ വെറുപ്പിക്കുന്ന സ്വഭാവം ഭാര്യയിലുണ്ടായാൽ അത് മറന്നു കളയണം കേട്ടോ. ആ രൂപത്തിൽ ഒരു നല്ല കുടുംബ ജീവിതം നയിക്കണം. ഇസ്ലാം വഴികാട്ടിയ ദാമ്പത്യ ജീവിതം അതാണ്. ഭർത്താവിനെ സ്വർഗത്തിലെത്തിക്കുന്ന ഭാര്യയാകണം, ഭാര്യയെ സ്വർഗത്തിലെത്തിക്കുന്ന ഭർത്താവാകണം.